മാനിഫെസ്റ്റേഷൻ സത്യമാണോ? നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റേഷൻ കോച്ചിനെ ചൂസ് ചെയ്യാം? മാനിഫെസ്റ്റേഷനും ട്രാൻസ്ഫോർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. മാനിഫെസ്റ്റേഷൻ സത്യമാണോ? മാനിഫെസ്റ്റേഷൻ സത്യമാണ്, പകൽ പോലെ സത്യമാണ് മാനിഫെസ്റ്റേഷൻ. എന്നാൽ എന്താണ് മാനിഫെസ്റ്റേഷൻ? മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാല് നമ്മളൊരു ആഗ്രഹമോ ലക്ഷ്യമോ നമ്മൾ നേടിയെടുത്ത് കഴിയുമ്പോഴുള്ള എൻഡ് റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. എനിക്കത് മാനിഫെസ്റ്റ് ആയി എന്ന് പറയുന്നത്. എന്നാൽ എല്ലാവരിലും ഒരുപോലെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ മാനിഫെസ്റ്റേഷനെ നമ്മളൊന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയമായില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാല് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2023 ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത്. അന്നേരം എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് PSC HSC കമ്പ്യൂട്ടർ സയൻസ് എക്സാം നേടിയെടുക്കണം. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ 10 ലക്ഷം രൂപ എനിക്ക് തിരികെ കിട്ടണം. ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് വന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഇരിക്കുന്നത് എവിടെയാണ്? ഞാൻ ഇരിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ കോച്ച് അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിക് കൗൺസിലർ അല്ലെങ്കിൽ വെൽനസ് കോച്ചിന്റെ ചെയറിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? എൻ്റെ ആഗ്രഹവും ലക്ഷ്യവും നടന്നോ? ഇല്ല. നമ്മുടെ സോൾ പർപ്പസ് എന്താണോ ആ ഒരു സോൾ പർപ്പസിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് നമുക്ക് വേണ്ട സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം കിട്ടുന്നത്. ഇല്ലാതെ നമ്മുടെ സോളിനെ കുറിച്ചോ നമ്മുടെ സോൾ പർപ്പസിനെ കുറിച്ചോ ഒരു അവയർനെസ് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആഗ്രഹത്തിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കത്തുമില്ല. നമ്മൾ വളരെയധികം ടെൻഷൻ ആവും, സ്ട്രെസ് ആവും. ഇതൊന്നും ഇല്ല എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെല്ലാം വെറുക്കാനായിട്ട് തുടങ്ങും. ഇതാണ് ഇന്നിവിടെ കണ്ടുവരുന്നത്. മനസ്സിലാകുന്നത്? നമ്മുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ സോൾ പർപ്പസ് എന്താണ്, അതിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം മാറുന്നത്. ഇനി എന്താണ് മാനിഫെസ്റ്റേഷൻ കോച്ചിങ്ങും ട്രാൻസ്ഫോർമേഷൻ കോച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്? ഒരു മാനിഫെസ്റ്റേഷൻ കോച്ച് എന്ന് പറഞ്ഞാല് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനിഫെസ്റ്റേഷൻ കോച്ച് എന്ന് പറയുന്നത്. അവര് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി അവിടെ ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാല് വിഷ്വലൈസേഷൻ, അഫർമേഷൻ, സ്ക്രിപ്റ്റിംഗ്, മെഡിറ്റേഷൻ, ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫ്സിനെ മാറ്റിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ അവരെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവും എന്താണോ അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാനായിട്ടാണ് മാനിഫെസ്റ്റേഷൻ കോച്ചിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ട്രാൻസ്ഫോർമേഷൻ കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നിലവിലുള്ള ആ ജീവിത സാഹചര്യത്തെ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യാം? അവർക്ക് ഹാബിറ്റ്സ്, അതായത് ശീലങ്ങളും വഴികളും ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന ആളെയാണ് എന്ത് പറയുന്നത്, ട്രാൻസ്ഫോർമേഷൻ കോച്ച് എന്ന് പറഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഓരോരുത്തരുടെ സോൾ പർപ്പസ് എന്താണോ ആ സോൾ പർപ്പസിനെ ഗൈഡ് ലൈൻ ചെയ്ത് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഫോർമേഷൻ കോച്ച് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫോർമേഷൻ കോച്ചിങ്ങിനകത്ത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓരോ വ്യക്തിയുടെ വ്യക്തിത്വം, അവരുടെ ഹാബിറ്റ്സ്, അതുപോലെ തന്നെ കരിയർ, അതുപോലെ തന്നെ മാനസിക ആരോഗ്യം, അതുപോലെ ജീവിതശൈലി, ഇവിടെ എല്ലാമാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ മാനിഫെസ്റ്റേഷൻ കോച്ചിങ്ങിനകത്ത് നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ കോച്ചിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കിന് ഈ എല്ലാ ഏരിയാസിലും ആയിരിക്കും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ കോച്ചിങ്ങിനകത്ത് ഉപയോഗിക്കുന്നത് ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടായിരിക്കും, ഒരു ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യും, ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും, മൈൻഡ് സെറ്റിനെ ഷിഫ്റ്റ് ചെയ്യും. ഇനി നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ കോച്ചിങ്ങിനായിട്ട് മെയിനായിട്ടും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിലും നമ്മുടെ ജീവിതത്തിലും എന്താണ് ദൃശ്യമായതും നിലനിൽക്കുന്നതുമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടാണ് ഈ ട്രാൻസ്ഫോർമേഷൻ കോച്ചിങ്ങിലൂടെ നടക്കുന്നത്. പക്ഷെ ഈ ട്രാൻസ്ഫോർമേഷൻ കോച്ചിങ്ങിലേക്ക് വരുമ്പം നിങ്ങൾ ഇപ്പം ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ജോലി കൂടെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് ഇത് എനിക്ക് വേണ്ടതാണോ, ഇതെന്റെ സോളിന് വേണ്ടതാണോ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ചുമ്മാ നമ്മളെല്ലാം അട്രാക്ട് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ
എന്താണ് ഇത്, ഞാൻ ചെയ്യേണ്ടതാണോ, ഇത് എനിക്ക് വേണ്ടതാണോ നമ്മൾ മനസ്സിലാവത്തില്ല. അപ്പൊ നമ്മൾ ആഗ്രഹങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും, നമ്മൾ അതിനുവേണ്ടി നിരന്തരം പ്രയത്നിക്കും, പക്ഷെ നടക്കത്തില്ല. നമ്മൾ ലക്ഷ്യപ്പെടണമെങ്കിൽ നമ്മുടെ സോൾ പവർ ഹയർ ആവണം, നമ്മൾ നമ്മുടെ സോൾ പർപ്പസിലേക്ക് കടന്നു ചെല്ലണം. എങ്കിൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിലേക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മളെ തേടി വരത്തുള്ളൂ. മനസ്സിലായോ? ഇതാണ് ട്രാൻസ്ഫോർമേഷൻ കോച്ചിങ്ങും മാനിഫെസ്റ്റേഷൻ കോച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് എങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ കോച്ചിനെ സെലക്ട് ചെയ്യാം? മാനിഫെസ്റ്റേഷൻ കോച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അപ്പം ഒരു കോച്ച് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു കോച്ചിനെ സെലക്ട് ചെയ്യുമ്പം അവര് കോച്ചിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, കോച്ചിങ്ങിലേക്ക് വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു മാനിഫെസ്റ്റേഷൻ കോച്ച് ആവണമെങ്കിൽ മിനിമം അവരുടെ ലൈഫില് ഒരു വീടായിക്കോട്ടെ, കാറ്, വണ്ടി, വാഹനം എന്തുമായിക്കോട്ടെ, പണം, അതുപോലെ കരിയർ, അവരുടെ വ്യക്തിബന്ധങ്ങളിലെല്ലാം അവരെന്ത് ചെയ്യണം? അവർ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും അവർ അട്രാക്ട് ചെയ്ത് അവരുടെ ലൈഫിൽ കൊണ്ടുവന്ന ആ ഒരാളെ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ഒരു മാനിഫെസ്റ്റേഷൻ കോച്ച് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അവരുടെ ലൈഫിൽ സക്സസിലേക്ക് വന്നതിന് ശേഷം മാത്രമായിരിക്കണം അവരെന്ത് ചെയ്യുന്നത്? അവരും കോച്ചിങ്ങിലേക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ അവരുടെ ലൈഫിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ അട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അവരൊരു സക്സസ്ഫുൾ മാനിഫെസ്റ്റേഷൻ കോച്ചാണ്. ഇങ്ങനെയാണ് നമ്മളൊരു മാനിഫെസ്റ്റേഷൻ കോച്ചിനെ ചൂസ് ചെയ്യേണ്ടത്. കാരണം അവരുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ ചെക്ക് ചെയ്യുക. അവർ വരുന്നതിന് മുമ്പ് അവരിതെല്ലാം അട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരിതെല്ലാം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അവരൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചാണെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് അവരെ പറയാൻ പറ്റുമോ? ഇപ്പം ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് എന്തായാലും സക്സസിലേക്ക് പോകാം. പക്ഷെ ഞാൻ ഇതെല്ലാം നേടിയെടുത്ത് ഈ എല്ലാ ഏരിയയിലും സക്സസ് ആണ് എന്നും പറഞ്ഞ് നമുക്ക് ആ ഒരു കോച്ച് നമ്മൾ എന്ത് ചെയ്യണം? കാണിച്ചു തരണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവര് സക്സസ്ഫുൾ ആയിട്ടുള്ള കോച്ചാണെന്ന് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു ഹീലർ ആയിക്കോട്ടെ, വിത്തൗട്ട് മെഡിസിന് ഒരാളെ ഹീൽ ചെയ്തതായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് കാണിച്ചു തരണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവരൊരു ജെനുവിൻ ആയിട്ടുള്ള ഹീലറാന്ന് പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാല് പകൽ പോലെ സത്യമാണ് മാനിഫെസ്റ്റേഷൻ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് എന്ത് സംഭവിക്കുന്നത്? മാനിഫെസ്റ്റേഷന്റെ ബ്ലോക്ക് സൃഷ്ടിക്കുന്നത്.